നാസയുടെ ബഹിരാകാശ സഞ്ചാരികളടങ്ങുന്ന ക്രൂ 11 ഭൂമിയിലേക്ക് തിരിച്ചു. ഡ്രാഗൺ അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി പൂർത്തിയായി. പേടകത്തിന്റെ മടക്കയാത്ര നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ വംശജനായ റോണക് ദോവെ. പേടകം ഉച്ചയ്ക്ക് 2:15 ഓസ്ട്രേലിയയിൽ കടലിൽ ഇറങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, അല്പസമയം മുമ്പാണ് ഈ പേടകം ഭൂമിയിലേക്ക് തിരിച്ചത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലുള്ള അൺടോക്കിംഗ് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ നടപടികൾ നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. ഒരു അടിയന്തര ആവശ്യം, അതായത് മെഡിക്കൽ എമർജൻസിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ആസ്ട്രോണോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് ഒരു മാസം മുൻപാണ്, അതായത് പദ്ധതി അവസാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ മിഷൻ അവസാനിക്കുന്നതിന് ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഇവരെ തിരിച്ചെത്തിക്കുന്നത്. 1998 മുതൽ, അതായത് ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായി പോകുന്ന ബഹിരാകാശ യാത്രികരുടെ ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കുന്നത് നേരത്തെ അവസാനിപ്പിക്കുന്നത് 1998 മുതലുള്ള ചരിത്രത്തിൽ ആദ്യമായാണ്. ഈ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ കൂടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അവരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ കൃത്യമായി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈക്ക് ഫിങ്കെ, സെൻ ഖാലിമാൻ, അതുപോലെ തന്നെ ജപ്പാനിലെ ഒരു ബഹിരാകാശ യാത്രി അത് ഉൾപ്പെടെയാണ് ഇപ്പോൾ തിരിച്ച് എത്തുന്നത്. ഈ നീക്കം, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു മെഡിക്കൽ എമർജൻസിയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാളെ, അതായത് ഇന്ന് പുലർച്ചെയോടെ ഇവർ തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ നാളെ പുലർച്ചെയോടെ തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ കാലിഫോർണിയയിലെ തീരത്താണ് ഈ പേടകം ഇറങ്ങുക എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി തന്നെ നാസ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പേടകം തിരിച്ചിറങ്ങുന്നത്, അതായത് നമുക്കറിയാവുന്നതാണ്, സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരുന്ന അതേ രീതിയിൽ തന്നെ ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെട്ടതിന് ശേഷം കൃത്യമായി ഭൂമിയെ വലം വെച്ച് ഭൂമിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കൃത്യമായി കടലിൽ ഇറങ്ങുകയാണ് ചെയ്യുക. പാരച്യൂട്ടുകളുടെയൊക്കെ സഹായത്തോടെ കടലിൽ ഇറങ്ങുകയാണ് ചെയ്യുക. അതിന്റെ അൺഡോക്കിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, നേരത്തെ തന്നെ ആരംഭിക്കുകയും ഈ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുകയും ചെയ്തിരുന്നു. വിജയകരമായി അത് വേർപെടുകയും കൃത്യമായി ഭൂമിയിലേക്ക് തിരിക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.